ഹായ് ഓൾ, ഇന്നൊരു വീക്കെൻഡിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് ഒരു ചായ ഇടാണ്. എനിക്ക് നല്ല കടുപ്പുള്ള ചായയാണ് ഇഷ്ടം. കുറേ ചായപ്പൊടി ഇടും. എനിക്ക് നല്ല ഇഷ്ടമാണ് കടുപ്പത്തിലുള്ള മധുരം കുറഞ്ഞിട്ടുള്ള ചായ. അങ്ങനെ കുറേ ചായ വേണമെന്നൊന്നുമില്ല, ഒരു ഗ്ലാസ് ഫുൾ ചായ വേണമെന്നൊന്നുമില്ല, പക്ഷെ ഉള്ളത് നല്ല സ്ട്രോങ് നല്ല ചായ കുടിക്കണം. ഒരു നല്ല ചായ കുടിച്ചാൽ ആ ഡേ നല്ലപോലെ തുടങ്ങാം. അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ പോയി നിന്നിട്ട് ഈ വ്യൂ ഒക്കെ നോക്കിയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, ഈ ഉണങ്ങിക്കിടക്കുന്ന ഈ ഒരു ഗ്രൗണ്ടാണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അടിയിലേക്ക് കുറച്ചുകൂടെ നോക്കിയ കുറേ കാറുകളും, പിന്നെ ആകെ ഒരു പച്ചപ്പും ഹരിതാപ്പും. ഞാൻ ഈ വളർത്തുന്ന എൻ്റെ അലോവേരയുടെ പ്ലാന്റാണ്. അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. കാലത്ത് ഇതൊക്കെയാണ് പരിപാടികൾ. യുഎയിൽ ഇപ്പോഴത്തെ ചൂടിന് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് തന്നെ ഭാഗ്യമാണ് കേട്ടോ. ഇതൊരു കാക്ടസ് ആയ കാരണമായിരിക്കാം. നെക്സ്റ്റ് പരിപാടി നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുക, ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാണ്. അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ ഓപ്പൺ ആക്കി കുറച്ച് വെട്ടം വെളിച്ചൊക്കെ വരുത്തി നമുക്ക് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കാം. അതൊക്കെയാണ് അടുത്ത പരിപാടി. അടുത്തത് സ്കിൻ കെയറിനുള്ള ടൈമാണ് കേട്ടോ. എനിക്കങ്ങനെ റുട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ ഈ റൈസ് ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് DIY ചെയ്തെടുത്തിട്ടുള്ള റൈസ് ടോണറാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ഒരു റൈസ് ടോണർ നല്ലതാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തണുത്തിട്ട് മുഖത്തടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ആണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു ലിപ് ബാമും. ഇത് നമ്മുടെ ലിപ്പിനെ നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റേഷനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ് ബാമാണിത്. എൻ്റെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കഴുകിയിടാം എന്ന് വിചാരിക്കുന്നു. കുറച്ച് ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, തിരക്കുകളൊന്നുമില്ല, കാലത്ത് തിരക്കുകളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകാനിടാം. അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ പേരക്ക കഴിക്കുന്നത്. ഒരു പിങ്ക് കളർ പേരക്കയായിരുന്നു. നല്ല മധുരമുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള പേരക്ക. നല്ല രസമുണ്ടായിരുന്നു തിന്നാനായിട്ട്. നെക്സ്റ്റ് പരിപാടി ഈ ഒരു ബാൽക്കണിയുടെ ഈ ഗ്ലാസ് ഡോർ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ കുറേ നല്ല പൊടിയാണ് ഇപ്പോൾ ഈ വെയിൽ, അതുകൊണ്ട് തന്നെ നല്ലോണം അഴുക്കായിട്ടുണ്ട്. പിന്നെ റുവ അതുമേൽ ക്രയോൺ കൊണ്ടൊക്കെ വരച്ചിട്ട് അതും ശരിക്കും ഇങ്ങനെ ഒരു കളർ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി. ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് ഒരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്ലീനിങ്ങാണ്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ ടൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് പുറത്തിടാം. നല്ല വെയിലാണ്. ഒരു 10-20 മിനിറ്റ് ഇട്ടാൽ മതി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ഈ ടൈമിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ മുഖം നല്ല പൊള്ളുന്ന പോലെയാണ് കേട്ടോ. ശരിക്കും ഈ സമയത്തൊന്നും ഇറങ്ങാറില്ല. വൈകിട്ടാണ് അലക്കിയതൊക്കെ ഇടുക, കാരണം അത്രയ്ക്ക് ചൂടാണ്. പക്ഷെ ഇന്ന് കാലത്തെ എല്ലാ പരിപാടികളും തീർക്കാന്നുള്ള മൈൻഡിലാണ് ഇപ്പം എന്തായാലും ഇറങ്ങിയിട്ടുള്ളത്. പുറത്തേക്ക് ഇറങ്ങിയ എന്തായാലും വെള്ളം കുടിക്കണം. പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും അതെ, UAE ഈ ടൈമിൽ വെള്ളം കുടിക്കാതെ യാതൊരു രക്ഷയില്ല. അത്രയ്ക്ക് ചൂടാണ്. അത്രയ്ക്ക് നമ്മളെ തൊണ്ടൊക്കെ ഉണങ്ങി പോവാണ്.
പിന്നെ ഇതാ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന പരിപാടിയാണ് കേട്ടോ, എൻ്റെ ഈ ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ അങ്ങനെ DIYയുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഈ ഒരു ടേബിളും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേബിളിന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു ടൈം കിട്ടിയത്. അങ്ങനെ കൂടുതൽ മേക്ക് ഓവറൊന്നും ചെയ്യുന്നില്ല. നോർമലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒന്ന് ബ്യൂട്ടിഫുള്ളാക്കി വെക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡിലായിരുന്നു ചെയ്തു തുടങ്ങി. ഇനി കുറച്ചും കൂടെ ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ചെയ്യണം, കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് വന്നിട്ട് കുറച്ച് DIY ഒക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കണം എന്നുണ്ട്. ലഞ്ചൊക്കെ കഴിച്ച് റൂവ കിടന്നുറങ്ങിയപ്പോൾ പിന്നെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ പെരുന്നാളിന് മേടിച്ച് വെച്ചതാട്ടോ ഈ ഒരു നെയിൽ കോൺ. അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇട്ടു. കുറച്ച് നേരം ഒന്ന് ഉണങ്ങുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. ഒരു യെല്ലോ കളറാണ്, ചോക്കോന്നും അറിയില്ല, എന്തായാലും നോക്കിക്കോ. ഇന്ന് ഡസ്റ്റ് മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയൊരാഗ്രഹമാണ് കേട്ടോ, നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു തുളിപ്പ് ഫ്ലവർ ഉണ്ടാക്കാനാണ് എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നേ. അപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി വെക്കാണ് കേട്ടോ, ഏതാണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നോക്കി വെക്കായിരുന്നു. ഉച്ചയ്ക്ക് ഈ ഒരു വാം ലൈറ്റിൽ ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു മീ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. അപ്പോൾ ഒരു സ്വീറ്റൊക്കെ കഴിച്ച് വീഡിയോസൊക്കെ കണ്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഇരിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഉച്ചവരെയുള്ള ഒരു ദിവസം പോകുന്നത്.